നമസ്കാരം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ഒരു ക്ലാസ് മുറിയിലും പഠിപ്പിക്കാറില്ല. ദാമ്പത്യ ജീവിതം അതിലൊന്നാണ്. സെമിനാറുകളും കൗൺസിലിങ്ങും ഒക്കെ സഹായിക്കും. പക്ഷേ യഥാർത്ഥ പാഠങ്ങൾ പഠിക്കുന്നത് ജീവിക്കുന്ന ഓരോ ദിവസത്തിലൂടെയുമാണ്. നമുക്ക് പഠിക്കാൻ മനസ്സുണ്ടാവണം എന്ന് മാത്രം. ഇതിലെ തമാശ എന്താണെന്നറിയാമോ? ഈ കോഴ്സിൽ ജയിച്ചാൽ പഠനം കഴിഞ്ഞ് പുറത്തു പോവുകയല്ല, ഒരുമിച്ച് ജീവിതം തുടരുകയാണ്. ഞങ്ങൾ വിവാഹിതരായിട്ട് 45 വർഷമായി. ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നൊരാളും, ഞങ്ങൾ എപ്പോഴും വഴക്കാണ്, ഇതുവരെ അത് നിർത്തിയിട്ടേയില്ല എന്ന് മറ്റൊരാളും പറഞ്ഞാൽ ഏതാണ് നിങ്ങൾ വിശ്വസിക്കുക? രണ്ടും വിശ്വസനീയമല്ല എന്നതാണ് വാസ്തവം. വിവാഹങ്ങൾ സ്നേഹത്തോടെയാണ് തുടങ്ങുന്നത്. പക്ഷേ രണ്ട് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും അനിവാര്യമാണ്. വഴക്കുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല നോക്കേണ്ടത്. വഴക്ക് കഴിഞ്ഞുള്ള 10 മിനിറ്റിൽ അല്ലെങ്കിൽ 10 മണിക്കൂറിൽ അല്ലെങ്കിൽ 10 ദിവസത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ്. അത് പങ്കുവെക്കുന്നതാണ് ഇന്നത്തെ ചെറിയ പാഠം. മിക്കവാറും എല്ലാ ദമ്പതികളെയും ഒന്നിപ്പിച്ച് നിർത്തുന്നത് അഭിപ്രായ ഐക്യത്തേക്കാൾ അപ്പുറമുള്ള എന്തോ ഒന്നാണ്. അവരെ പരസ്പരം പിടിച്ചു നിർത്തുന്ന ഒരു അദൃശ്യമായ അടിയൊഴുക്കാണത്. വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും അത് അവിടെ ഉണ്ടെന്ന് രണ്ടുപേർക്കും അറിയാം. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം ഒരുമിച്ചാവുന്ന വഴി ഓരോ ദമ്പതികൾക്കും വ്യത്യസ്തമായിരിക്കും. ഓരോ ദേഷ്യപ്രകടനത്തിനടിയിലും ഒരു ശാന്തമായ ഉറപ്പുണ്ടാകും. നിങ്ങളോട് ദേഷ്യമുണ്ടെങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ തന്നെയാണ്. എൻ്റെ വിവാഹ ജീവിതം തുടങ്ങിയിട്ട് 43 വർഷമായി. ഞങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുമുണ്ട്. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ വീണിട്ടുമുണ്ട്. എന്നാൽ ആ പൊട്ടിത്തെറികൾക്കിടയിലും തകരാതെ നിന്ന ഒരു അടിത്തറയുണ്ട്. ഞങ്ങൾ പരസ്പരമുള്ള സ്നേഹത്തെ ഒരിക്കലും അന്യോന്യം സംശയിച്ചിരുന്നില്ല, ഇപ്പോഴും സംശയിക്കുന്നില്ല. ഓരോ വഴക്കിന് ശേഷവും അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെളിക്കേണ്ട ആവശ്യവുമില്ല. ഞങ്ങൾ തർക്കിക്കുന്ന വിഷയങ്ങൾ മാറിയേക്കാം, പക്ഷേ ഞങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ആ അടിത്തറ മാറിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ അടിയൊഴുക്ക്. മറ്റ് ദമ്പതികളുടെ രീതി വേറെ ആയിരിക്കാം. ഒരാൾ സോറി പറയുമായിരിക്കാം, മറ്റൊരാൾക്ക് ദേഷ്യം തണുക്കാൻ കുറച്ച് സമയം വേണമായിരിക്കാം, അല്ലെങ്കിൽ ചായ എടുക്കട്ടെ എന്ന ചോദ്യമായിരിക്കാം. മുഖം വീർപ്പിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ അറിയാതെ ഒരു ചെറിയ ചിരി, പിന്നെ തലയൊന്ന് കുലുങ്ങും. വഴികൾ വ്യത്യസ്തമാണ്, പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെ: വീണ്ടും അടുക്കുക, വീണ്ടും ഒന്നിക്കുക. ഇന്നലെ വൈകുന്നേരവും ലൈലയും ഞാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഞങ്ങളുടെ അയൽക്കാരനായ ഫ്രെഡ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരിച്ചു. മക്കളില്ല, അടുത്ത ബന്ധുക്കളുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൂരെ താമസിക്കുന്ന അനന്തരവൾ ആവശ്യപ്പെട്ടത് പ്രകാരം ചിതാഭസ്മം ഫ്യൂണറൽ ഹോമിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. തർക്കം ലളിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവൾ വരുന്നതുവരെ അത് നമ്മുടെ വീട്ടിൽ വയ്ക്കണോ, അതോ ആളില്ലാതെ കിടക്കുന്ന ഫ്രെഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണോ? എനിക്കതിൽ പ്രത്യേകതയൊന്നും തോന്നിയില്ല. ആ പാത്രം ഞങ്ങളുടെ അലമാരയിൽ സുരക്ഷിതമായിരിക്കും. വെറുതെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ നോക്കി നടത്തുന്ന വക്കീലിനെ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമെന്ത്? പക്ഷേ ലൈലയ്ക്ക് മറ്റൊരു അഭിപ്രായമായിരുന്നു. 2024 മരിച്ച ഫ്രെഡിൻ്റെ ഭാര്യ പേളിൻ്റെ അസ്ഥികലശം അവരുടെ വീട്ടിലുണ്ട്. ഫ്രെഡിൻ്റേതും പേളിൻ്റേതിൻ്റെ അടുത്ത് തന്നെ വയ്ക്കണം. എനിക്ക് ലൈലയുടെ ന്യായം മനസ്സിലായില്ല. ലൈലയ്ക്ക് എൻ്റേതും. ഒരു ബഹളത്തിനും വഴക്കിനും ശേഷം ഞാൻ വക്കീലിനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വന്നു, വീട് തുറന്നു. ഞാൻ ഫ്രെഡിൻ്റെ അസ്ഥികലശം പേളിൻ്റേതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. കഥ കഴിഞ്ഞു. ഞാൻ സമ്മതിച്ചത് ലൈലയുടെ വാദം എന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടല്ല. ലൈലയ്ക്ക് അത് വളരെ പ്രധാനമായിരുന്നു. എനിക്ക് പ്രശ്നം അതിനുവേണ്ടി ഓടി നടക്കാനുള്ള മടി മാത്രമായിരുന്നു. ദാമ്പത്യത്തിൻ്റെ എല്ലാ വഴക്കുകൾക്കും ഒരു വിജയി വേണമെന്നില്ല. ചിലപ്പോൾ വിട്ടുകൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് ജയത്തേക്കാൾ വിലയേറിയ ഒന്നായിരിക്കും. അതുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യം ആര് ജയിച്ചു എന്നതല്ല, ഈ ജയം ഞങ്ങളുടെ ബന്ധത്തെ എങ്ങനെ ബാധിക്കും എന്നതാണ്. സ്വന്തം ഇഷ്ടങ്ങളിൽ ചിലതൊക്കെ മാറ്റിവെക്കാതെ രണ്ടു പേർക്ക് ഒരുമിച്ച് ജീവിതം നയിക്കാൻ കഴിയില്ല. ബന്ധങ്ങളെക്കുറിച്ച് ദീർഘകാലം പഠിച്ച ഗവേഷകനായ ജോൺ ഗോട്ട്മാൻ്റെ പഠനങ്ങളിൽ ഒരു കൗതുകകരമായ കണ്ടെത്തലുണ്ട്. ദമ്പതികൾക്കിടയിലെ ഏകദേശം 69% പ്രശ്നങ്ങളും പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നവയല്ല. അവയെ ഇല്ലാതാക്കുകയല്ല, കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത്.
നീണ്ടു നിൽക്കുന്ന ദാമ്പത്യമെന്ന ബോട്ട് കാറ്റും കോളും ഇല്ലാത്ത ജീവിതകടലല്ല. എത്ര തിരമാലകൾ അടിച്ചാലും അവർ ഒരേ ബോട്ട് തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു എന്നതാണ് സത്യം. ഒരു കാര്യം സമ്മതിക്കട്ടെ, എല്ലാ വസ്തുക്കളും പരിശോധിച്ചാൽ എൻ്റെ തീരുമാനമാണ് ശരിയെന്ന് ഞാൻ പലപ്പോഴും വിശ്വസിച്ചിരുന്നു. പക്ഷേ ദാമ്പത്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമുള്ള മറ്റൊരു ബുദ്ധിജീവി കൂടെ ഉണ്ട്. അവിടെ ഒരാൾ ജയിക്കണമെന്നല്ല, ഒത്തുതീർപ്പാക്കാൻ ആണ് ജയിക്കേണ്ടത്. പക്ഷെ ഒത്തുതീർപ്പിനുള്ള അതിരുകളുണ്ട്. അവധിക്ക് എവിടെ പോകണം, ഏത് നിറത്തിലുള്ള കാറ് വാങ്ങണം, ഇവ ഇഷ്ടങ്ങളാണ്. ഇവയിൽ വിട്ടുവീഴ്ച ചെയ്യാം. എന്നാൽ അക്രമവും ഉപദ്രവവും പീഡനവും സഹിക്കുക വിട്ടുവീഴ്ചയല്ല. എവിടെയാണ് വിട്ടുവീഴ്ച ചെയ്യാവുന്നത്, എവിടെയാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്ന തിരിച്ചറിവാണ് പ്രധാനം. എന്തു വില കൊടുത്തും ശത്രുക്കളെ പോലെ രണ്ട് മനുഷ്യരെ ഒരേ മേൽക്കൂരയ്ക്കിടയിൽ പിടിച്ചു നിർത്തുക എന്നതല്ല ലക്ഷ്യം. പിന്നെ ഒരു കാര്യം, കുട്ടികളുള്ളവർക്ക് മാതാപിതാക്കൾ എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നത് അവരും കണ്ടുപഠിക്കുന്നുണ്ട്. ഒരിക്കൽ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയട്ടെ, എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, പക്ഷെ വീണ്ടും എങ്ങനെ അടുക്കണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒരു പാഠപുസ്തകത്തിലും പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ ജീവിത പാഠം ആ കുട്ടി അതിലൂടെ പഠിച്ചിരിക്കും. ഈ പാഠം ദാമ്പത്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കുടുംബങ്ങളും സൗഹൃദങ്ങളും ജോലിസ്ഥലങ്ങളും വിശ്വാസ സമൂഹങ്ങളും നിലനിൽക്കുന്നത് എല്ലാവരും എല്ലാ കാര്യത്തിലും യോജിക്കുന്നത് കൊണ്ടല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ബന്ധം തകരാതെ സൂക്ഷിക്കുമ്പോഴാണ് അവ നിലനിൽക്കുന്നത്. ഒരു പക്ഷേ അതാണ് നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളുടെ യഥാർത്ഥ ശക്തി. മുറിവുകൾ ഉണ്ടാകും, സ്നേഹം സൗഖ്യം കൊണ്ടുവരും. അഭിപ്രായ വ്യത്യാസങ്ങൾ അകലം സൃഷ്ടിക്കും, പ്രതിബദ്ധത തിരിച്ചു വരാനുള്ള വഴി കണ്ടെത്തും. അതുകൊണ്ട് അടുത്ത തവണ ജീവിത പങ്കാളിയുമായി ഒരു വഴക്കുണ്ടാകുമ്പോൾ ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കാം. ഈ വഴക്ക് കഴിയുമ്പോൾ എന്താണ് അവിടെ ബാക്കി നിൽക്കേണ്ടത്? എൻ്റെ വിജയമോ നമ്മുടെ ബന്ധമോ? കാരണം നല്ലൊരു ദാമ്പത്യം എന്നത് രണ്ടുപേർ എപ്പോഴും എല്ലാത്തിലും ഒത്തൊരുമയുള്ള ജീവിതമാവണമെന്നില്ല. അകന്നുപോയാലും വീണ്ടും വീണ്ടും പരസ്പരം തിരിച്ചെത്താനുള്ള വഴി കണ്ടെത്തുന്ന ജീവിതമാണ്. നന്ദി, നമസ്കാരം.